ഹലോ ഗൈസ്, ഇറ്റലിയെക്കുറിച്ചുള്ള മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റലിയിൽ ജീവിക്കാൻ ഇറ്റാലിയൻ ഭാഷ ആവശ്യമുണ്ടോ? ഇറ്റാലിയൻ ഭാഷ അറിയില്ലെങ്കിൽ ജോലി കിട്ടില്ലേ? ഇറ്റലിയിൽ സർവൈവ് ചെയ്യാൻ ഇംഗ്ലീഷ് ഭാഷ മാത്രം മതിയോ? ഇതിനെല്ലാമുള്ള ഉത്തരമാണ് ഈ വീഡിയോയിൽ. ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇറ്റാലിയൻ ഭാഷ അറിഞ്ഞിരിക്കേണ്ടത് ഇവിടുത്തെ ജോലികൾക്ക് വളരെ അത്യാവശ്യം തന്നെയാണ്. അതിന് പലതരം കാരണങ്ങളുണ്ട്. ആദ്യമായി കെയർടേക്കർ ജോലിയെക്കുറിച്ച് ഞാൻ പറയാം. എൽഡർലി അസിസ്റ്റന്റ് ജോബ് അഥവാ കെയർടേക്കറായി നമ്മൾ ജോലി ചെയ്യുമ്പോൾ വയോധികരുമായി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. അവരുടെ ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ചിട്ട്, അവരുടെ മരുന്നുകളെക്കുറിച്ച്, അവ നൽകേണ്ട രീതി, ഇതെല്ലാം മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇറ്റാലിയൻ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. അതുപോലെ റെസ്റ്റോറൻറ്റ്, ഹോട്ടൽ, അതുമല്ലെങ്കിൽ BNB ജോലികൾക്കും കസ്റ്റമേഴ്സിനോട് നമുക്ക് സംസാരിക്കേണ്ടി വരും. എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയണമെന്നില്ല. അവരുടെ ഓർഡേഴ്സ് മനസ്സിലാക്കാനും നമുക്ക് ഭാഷ അത്യാവശ്യമാണ്. അതുപോലെ കൂടെ ജോലി ചെയ്യുന്നവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോഴും നമുക്ക് ഭാഷ വേണം. അതുപോലെ നമ്മുടെ ഡോക്യുമെൻ്റ് ആവശ്യങ്ങൾക്കായി പലതരം ഓഫീസുകളിലേക്ക് പോകേണ്ടി വരുമ്പോഴും, എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ പോകേണ്ടി വരുമ്പോഴും നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും ഇറ്റാലിയൻ തന്നെയായിരിക്കും. പിന്നെ ഒരു സ്ഥലത്ത് നമ്മൾ വഴി തെറ്റിയാൽ, അതുമല്ലെങ്കിൽ അടുത്തൊരു ബസ് സ്റ്റോപ്പ്, റെയിൽവേ സ്റ്റേഷൻ, മെട്രോ സ്റ്റേഷൻ, ഇതെല്ലാം ചോദിക്കണമെങ്കിൽ ഭാഷ നമുക്ക് അനിവാര്യമാണ്. പിന്നെ ഒരു ചെറിയ സൊല്യൂഷൻ എന്നുള്ളത് ട്രാൻസ്ലേറ്റർ ഉപയോഗിക്കാം എന്നതാണ്. പക്ഷേ അവ എപ്പോഴും പ്രായോഗികം ആകണമെന്നില്ല. കെയർടേക്കറായി ജോലി ചെയ്യുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റായി ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടണമെന്നില്ല. തിരക്കുള്ള റെസ്റ്റോറൻറ്റുകളിൽ നമുക്ക് ട്രാൻസ്ലേറ്റർ വെച്ചിട്ട് റിപ്ലൈ ചെയ്യാനും പറ്റില്ല. അതുപോലെ ക്ലീനിങ് ജോലികൾ കിട്ടും. അതിനും അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് മനസ്സിലാക്കി ചെയ്യേണ്ടി വരും. അപ്പോഴും ഇതെല്ലാം നമുക്ക് ട്രാൻസ്ലേറ്റർ വെച്ച് കറക്റ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടണമെന്നില്ല. അതുപോലെ തന്നെയാണ് ഫാക്ടറി ജോബ്സ്, വെയർഹൗസ് ജോബ്സ്, കൺസ്ട്രക്ഷൻ ഫീൽഡിലെ ജോബുകൾ. ഇവിടെയെല്ലാം കുറച്ചെങ്കിലും ഇറ്റാലിയൻ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. ഇവിടെയൊക്കെ തുടക്കത്തിൽ ലാംഗ്വേജ് കുറച്ച് ഉള്ളത് വെച്ച് നമുക്ക് മാനേജ് ചെയ്യാം. എങ്കിലും പ്രൊമോഷൻ, സാലറി ഗ്രോത്ത്, റെസ്പെക്റ്റ്, നമ്മുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ തുടങ്ങിയ സന്ദർഭങ്ങളിലെല്ലാം ലാംഗ്വേജ് വലിയ ഒരു റോൾ പ്ലേ തന്നെ ചെയ്യും. അതുപോലെ കൂടുതൽ ജോലി അവസരങ്ങൾ, ആളുകളുമായി പരിചയപ്പെടാൻ, ഗവൺമെൻറ് കാര്യങ്ങൾ എളുപ്പമാക്കാൻ, നമ്മുടെ തന്നെ കോൺഫിഡൻസ് കൂട്ടാൻ ഒക്കെ ഇറ്റാലിയൻ ഭാഷ അറിയുന്നതിൻ്റെ ബെനിഫിറ്റ് വളരെ വലുതാണ്. അതുപോലെ സ്റ്റുഡൻറ് വിസയിൽ വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും. ഇറ്റാലിയൻ അറിയാതെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ ഇവിടെ പഠിക്കാൻ പറ്റുമോ? പഠനം കഴിഞ്ഞാൽ ജോലി കിട്ടുമോ? പഠനത്തിനിടയിൽ പാർട്ട് ടൈം ജോലിക്ക് ഇറ്റാലിയൻ ലാംഗ്വേജ് ആവശ്യമുണ്ടോ എന്നൊക്കെ സംശയമുണ്ടാകാം. ഇംഗ്ലീഷ് സംസാരിക്കുന്നവരെ നമുക്ക് യൂണിവേഴ്സിറ്റിക്കുള്ളിലും പുറത്തും മറ്റു പല സ്ഥലങ്ങളിലും കാണാൻ പറ്റും. പക്ഷേ ഒരുപാട് പേരെയൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. മെയിനായിട്ട് ടൂറിസ്റ്റ് പ്ലേസുകളിൽ, അതല്ലെങ്കിൽ മെയിൻ സിറ്റികളിലൊക്കെയാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നവരെ കൂടുതലായും കാണാൻ സാധിക്കുക. അതും ഒരുപാടൊന്നും ഉണ്ടാകുകയില്ല. സ്റ്റുഡൻസിനായാലും ഡോക്യുമെൻ്റ് ആവശ്യങ്ങൾ ഒരുപാട് വരും. അതുപോലെ സൂപ്പർ മാർക്കറ്റുകൾ, കഫേകൾ, യാത്ര ചെയ്യുമ്പോൾ പോസ്റ്റ് ഓഫീസ്, അക്കോമഡേഷനുകൾ, ബാങ്കുകൾ, മറ്റു ഷോപ്പുകൾ, ഇവിടെയെല്ലാം ഓൾമോസ്റ്റും ഇറ്റാലിയൻ ലാംഗ്വേജ് തന്നെയായിരിക്കും മെയിനായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ്. ഇറ്റലിയിൽ വന്നപ്പോൾ എനിക്കും ഇറ്റാലിയൻ ഭാഷ ഒന്നും അറിയില്ലായിരുന്നു. കുറച്ചായി ഞാനും പഠിച്ചു. അപ്പോൾ കാര്യങ്ങളൊക്കെ ഈസി ആവാൻ തുടങ്ങി. ഒരു അപ്പോയിൻമെൻ്റ് എടുക്കാൻ പോലും ആദ്യകാലങ്ങളിൽ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ അത്യാവശ്യമൊക്കെ ഓക്കെ ആയി. ഇവിടെ വരുന്നവരാരും ഇറ്റാലിയൻ ലാംഗ്വേജ് അറിഞ്ഞു വരുന്നവരല്ല. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. കുറേശ്ശെയായി പഠിച്ചെടുക്കാനുള്ള ആ ഒരു മനസ്സുണ്ടായാൽ മതി. ഞാൻ ജോലിക്ക് കയറുന്നതിന് മുൻപ് അത്യാവശ്യം നമ്പേഴ്സ്, ദിവസങ്ങൾ, ഡ്രസ് ഐറ്റംസ്, ഡെയിലി ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ഇതെല്ലാം ഞാൻ പഠിച്ചിരുന്നു. ആദ്യമെല്ലാം നല്ല ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് പതിയെ എല്ലാം പഠിച്ചെടുത്തു. ഞാൻ ഇറ്റാലിയൻ ലാംഗ്വേജ് പഠിച്ചെടുത്തത് 1-2 ഇറ്റാലിയൻ ലാംഗ്വേജ് ആപ്ലിക്കേഷൻസ്, വീഡിയോസ്, റീൽസ്, ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ്. ഇന്ന് ഒരുപാട് സോഴ്സസ് ഉണ്ട്. ഇറ്റാലിയൻ ഭാഷ പഠിക്കുന്നത് ഒരു ഓപ്ഷനല്ല, ഇറ്റലിയിൽ ഗ്രോ ചെയ്യാനുള്ള വലിയൊരു വെപ്പണാണ്. ലാംഗ്വേജ് അറിയുമ്പോൾ ഓപ്പർച്യൂണിറ്റീസും തന്നെ മാറും.
അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.